അപൂർവങ്ങളിൽ അപൂർവമെന്ന് തന്നെയുള്ള നിരീക്ഷണത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നു. മരണം വരെ തൂക്കിക്കൊല്ലണം, കുറ്റവാളിയെ മരണം വരെ തൂക്കാൻ വിധിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ആ വിധി കുറിപ്പ് ജഡ്ജി എഴുതിയിരിക്കുന്നു, കോടതിയെ വായിച്ചിരിക്കുന്നു. തൂക്കുകയർ വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കോടതി വിധിച്ചിരിക്കുന്നു. വധശിക്ഷ. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? സമർത്ഥയായ, പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടിയാണ് താന് എന്ന് ഗ്രീഷ്മ കോടതിയിൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. എന്നാൽ ആ കോടതി പറയുകയാണ് സമർത്ഥയായ കൊലപാതകിയായിരുന്നു ഗ്രീഷ്മയെന്ന്. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 24 വയസ്സുണ്ടാകുമായിരുന്ന ഷാരോൺ രാജ് നരകിച്ചാണ് മരിച്ചത്. ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് പറ്റിക്കാനും പറ്റും. പലതവണയാണ് വധശ്രമം നടത്തിയത്. അതുകൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വാദം പരിപൂർണമായിട്ട് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു കുതിരപ്പാവൻ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഒരു പക്ഷേ വളരെ വളരെ ഇത്തരം കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയിലേക്ക് കടന്നിരിക്കുകയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഫൈനൽ വിധിയിലേക്ക് കടക്കുകയുണ്ടാവുകയില്ല എന്നുള്ള നിയമവൃത്തങ്ങളുടെ വിലയിരുത്തലുകളെല്ലാം തള്ളിക്കൊണ്ട് കോടതി എത്തിയിരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് സർ. വെറുതെ പറയല്ല, ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഇപ്പൊ ഞാനാണ്. ഇതൊരു വലിയ സന്ദേശമാണ് നടത്തിയത്. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചവനൊക്കെ. ഈ വിഷം കലർത്തി നൽകുന്നതിന്റെ വിശദാംശങ്ങൾ 2 ദിവസങ്ങളിലും രാവിലെ ഗ്രീഷ്മ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അതുകൊണ്ട് തന്നെ ദി ബ്രൂട്ടൽ ആൻഡ് ഇന്റലിജന്റ് ക്രൈം മർഡർ എന്നുള്ള ഒരു വിലയിരുത്തലേക്ക് കോടതി വരുന്നു. അതിനെങ്ങനെയാ അമ്മ മതിൽ ചാടിയ മോള് ഗോപുരം ചാടുന്നല്ലേ കണക്ക്? ഒരു ദൃക്സാക്ഷിയും ഇല്ലാത്ത കേസായിരുന്നു. അപ്പോഴും ശാസ്ത്രീയ തെളിവുകളിലേക്ക് കടന്നു. ഒരു വിധത്തിലുള്ള പിഴവുമില്ലാത്ത അന്വേഷണം. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയായവന്.